അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മുടി പുതുതായിട്ട് വരും. അതേപോലെ വെള്ളമുടി പറിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമുടി, ഇങ്ങനത്തെ ഒരുപാട് മിത്തുകളുണ്ട്. അപ്പോൾ ഈ ഡാൻഡ്രഫ് ഉള്ള ആളുകൾക്ക് ആദ്യം തിക്ക് ഹെയർ ആയിരിക്കും. പിന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്യാതെ കൊണ്ടു നടക്കുമ്പോൾ എന്താവും, തിക്നെസ് കുറയും, തിന്നിങ് ആവും. ഈ വെളുത്ത് മുടി വന്നു കഴിഞ്ഞാൽ ഒരു സോഷ്യലി ഞാനൊരു വയസ്സനായോ അല്ലെങ്കിൽ ഞാനൊരു ഡിസീസ് പേഴ്സണായോ എന്നുള്ളൊരു ചിന്തയും കൂടെ കടന്നു വരും. മോസ്റ്റ്ലി വുമൻസ് അനീമിക് ആണല്ലോ. അനീമിയ മെയിൻ കോസ് ഹെയർ ഫോളിൻ്റെ. അത് അപ്പോൾ നമ്മളെന്താ എച്ച് ബി ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എച്ച് ബി നല്ല ഡൗണേക്കാണ്. നമ്മളെ ഉപ്പമാർ ഈ ഒരു ഏജ് ഉണ്ടാവില്ല, നമ്മളെ ഒരു 20 to 25 ഏജ് ആണ് സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് ലെവലല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരാൾക്കുള്ളത്. ഹായ് ഓൾ, വെൽക്കം ടു ഹിയർ ഇറ്റ് മെഡ് ടോക്സ്. ഇന്ന് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പൊതുവെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഹെയർ അല്ലെങ്കിൽ മുടി സാധാരണ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. അപ്പോൾ അതിനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിലേക്ക് തുടങ്ങുന്നത് ഡാൻഡ്രഫ് അല്ലെങ്കിൽ സെർബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഡോക്ടർ ഉവൈസ് ഒന്നുകൂടി അതിനെപ്പറ്റി നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ, ഡാൻഡ്രഫ് അല്ലെങ്കിൽ? ഓക്കെ, ഹെയറിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഹെയർ എന്താണ്, ഇപ്പോൾ നമ്മൾ ജനിച്ച ഉടനെ നമുക്ക് ഹെയർ വരുന്നത്, പിന്നെ ഇങ്ങനെ ആ ഹെയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹെയറിന് ഒരുപാട് ഫേസുകളുണ്ട്. ചില ഹെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനിച്ച ഉടനെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഹെയർ ഉണ്ട്, അത് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അത് കൊഴിഞ്ഞു പോകും. പിന്നെ കുറച്ച് ആളുകൾക്ക് ഒരു അഡോളസൻ്റ് ആകുന്നതിന് മുമ്പ് വരുന്നൊരു ഹെയർ സ്റ്റേജ് ഉണ്ട്. പിന്നെ ഒരു ടെർമിനൽ ഹെയർ ഉണ്ട്, അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഹെയറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെയറിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ഗ്രോത്തിന് സ്റ്റേജ് പറഞ്ഞാൽ ഹെയർ 3 ടൈപ്പ് ഓഫ് സ്റ്റേജിലാണ് ഹെയറിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക. ഫസ്റ്റ് ഹെയർ ഗ്രോയിങ് സ്റ്റേജ് ആയിരിക്കും, അതിൽ ഹെയർ നല്ലപോലെ ഗ്രോത്ത് ചെയ്യും. പിന്നെ ഒരു സ്റ്റാറ്റിക് സ്റ്റേജ് ഉണ്ടാവും, അഥവാ പിന്നെ ഗ്രോത്ത് ഉണ്ടാവില്ല, ആ ഗ്രോത്ത് ഈ ഹെയർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. പിന്നെ എന്താവും, ഹെയർ കൊഴിഞ്ഞു പോകും. അപ്പോൾ നോർമലി ആണ് ഹെയർ ഉണ്ടാവലും ഹെയർ കൊഴിഞ്ഞു പോക്കും. ഏകദേശം 1 ലക്ഷം to 2 ലക്ഷത്തോളം ഹെയർ ഫോളിക്കിൾസ് ഉണ്ട് നമ്മുടെ തലയിൽ. ഹ്യൂമൻ സ്കാൽപ്പിൽ ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഹെയർ ഫോളിക്കിൾസിലൂടെ ഹെയർ വരും, അത് ഹെയർ കൊഴിഞ്ഞു പോകും, വീണ്ടും ഹെയർ വരും. ഇതാണ് സ്റ്റേജ് കറക്റ്റായിട്ട്. അപ്പോൾ ഡെയിലി ഒരു 100 to 150 ഹെയർ ഒരു ദിവസം ഒരു നോർമൽ ഹ്യൂമൺ എന്ത് ചെയ്യാം, കൊഴിഞ്ഞു പോകാമെന്നുള്ളതാണ് സയൻസ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ റീസെൻ്റ്ലി വായിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് മനുഷ്യ ശരീരത്തിൽ 1,50,000 അടുത്ത് ഹെയർ ഫോളിക്കിൾസ് ഉണ്ടെങ്കിലും ഏകദേശം 80,000 to 1,20,000 ഇടയിൽ വരെ ആ ഹെയർ ഫോളിക്കിൾസിൽ ഹെയർ അലൈവ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ബാക്കിയെല്ലാം ചിലപ്പോൾ വേക്കൻ്റ് ആയിട്ട്. അതല്ല, ചില ഫോളിക്കിൾസ് എന്തായിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും, അതിൽ ഗ്രോത്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നോർമലി ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണെന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഹെയർ ഫാൾസിനെ കുറിച്ചും ഹെയറിൻ്റെ മൊത്തം സ്റ്റോറി നമ്മൾ പറയണം. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോട്ടീസ് ചെയ്യേണ്ട ഒരുപാട് കേസുകളുണ്ട്. അതിലിപ്പോൾ ഒന്ന് ഡോക്ടർ എനിക്ക് തുടങ്ങി തന്നതെന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫ് ആയിട്ടുള്ള കാര്യം. അപ്പം ഡാൻഡ്രഫ് എന്നുള്ളത് ഒരു സ്കാൾപ്പിൻ്റെ കണ്ടീഷനാണ്, സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഹെയറിനെ അത് അത്രത്തോളം ബാധിക്കുക എന്നുള്ളതല്ല. ഹെയറിനെ പിന്നെ അതെങ്ങനെ ബാധിക്കുക, ഡാൻഡ്രഫ് കൂടിയാൽ ഹെയർ ഗ്രോത്തിന് അതെന്ത് ചെയ്യും, ഇതാക്കും. ഹെയറിന് 2 സ്റ്റേജ്, അഥവാ ഹെയറിൻ്റെ ഫോളിക്കുലർ ഏരിയയിൽ ഹെയറിന് ഗ്രോത്ത് ഉണ്ടാകുന്നത് അഥവാ ലൈവായിട്ടുള്ള ഹെയറാണ്. ഇനി ഹെയറിൻ്റെ മേൽഭാഗം അഥവാ ടെർമിനൽ ഭാഗം ഉണ്ടല്ലോ, ഹെയറിൻ്റെ ലാസ്റ്റ് ഭാഗം, ആ ഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെയർ ഡെഡ് സെൽസ് ആയിരിക്കും കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ താഴ്ന്ന ഗ്രോത്ത് വന്ന് ഹെയർ എന്ത് ചെയ്യാണ്, പിന്നെ ഒരു ഡെഡ് സ്റ്റേജിൽ ഇങ്ങനെ ഗ്രോ ചെയ്യും. പിന്നെ നമ്മളത് മുടി വെട്ടി ചെറുതാക്കുക, അതിനനുസരിച്ചൊക്കെ ഇതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാം. അപ്പോൾ നമുക്ക് ഡാൻഡ്രഫ് കൂടുതൽ സ്കാൾപ്പ് കണ്ടീഷനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്കാൾപ്പ് കണ്ടീഷൻ ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉണ്ടാകുന്ന സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുക, അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ താഴെ കിടക്കുന്ന സ്കാൾപ്പിൻ്റെ ഗ്രോയിങ് സ്റ്റേജിൽ എന്താകും, അതിന് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണ് ഈ ഡാൻഡ്രഫ് എന്ത് ചെയ്യുന്നത്, ഹെയർ ലോസിന് കാരണമാണ്. അപ്പോൾ ചില ആൾക്ക് നല്ല ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഹെയർ ലോസ് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഭയങ്കര ഇച്ചിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഡാൻഡ്രഫിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒരുപാട് റീസൺസ് പറഞ്ഞാൽ മെയിൻലി എന്ന് പറയുന്ന ഒരു നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും, മലേഷ്യേസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഒരു കണ്ടീഷനാണെന്ന് പറയുന്നുണ്ടാവും. വേറെ ചില ആളുകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലാതെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവാം. ചില ആളുകൾക്ക് സ്കിന്ന് പറഞ്ഞു പോരുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ നോർമലായിട്ട് ഒരു ബോഡിയിൽ നടക്കുന്നതാണ്. എക്സ്ഫോളിയേഷൻ മെത്തേഡ് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, അഥവാ ഡെഡ് സെൽസ് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്.
അതെല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത് ചില ആളുകൾ എന്താവും ഡാൻഡ്രഫാണ് തെറ്റിദ്ധരിക്കും, അങ്ങനെ ഇതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഒരു കോസ് അല്ലെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ഒരു കാരണത്തിലേക്ക് നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് അൺഹൈജീനിക് ആയിട്ടുള്ള സ്കാൾപ്പ് കണ്ടീഷനാണ്. നല്ലപോലെ ക്ലീൻ ചെയ്യാതെ നല്ലപോലെ കെയർ ചെയ്യാതെ കൊണ്ട് നടക്കുന്ന ഒരു സ്കാൾപ്പ് കണ്ടീഷൻ. പിന്നൊന്നെന്ന് പറഞ്ഞാൽ ഓവർ ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ തീരെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലും ഉണ്ടാവാം. ഹെയറിനെ മെയിൻറ്റെയിൻ സ്കാൾപ്പ് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അനീമിക് ആയിട്ടുള്ള ആളുകൾക്ക് ഡാൻഡ്രഫ് വരാൻ കാരണമുണ്ട്. സർക്കുലേഷൻ കുറവ്, അയൺ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അത് ഡാൻഡ്രഫ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് മെയിനായിട്ടുള്ളത് ജനറ്റിക്കലി ഒരു ഫാക്ടർ ഇതിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ജനറ്റിക്കൽ ഫാക്ടർ ഉള്ള ആളുകൾക്കും കൂടുതൽ ഇങ്ങനത്തെ റീസൺസ് അഥവാ പിന്നെ ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പോയാലാണ് കൂടുതലായിട്ട് ഡാൻഡ്രഫിന് സാധ്യത ഉണ്ടാവുക. അതിലിപ്പോൾ ഒന്നാണ് ഹോർമോണൽ ഇംബാലൻസ്. ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകൾക്ക് ഉണ്ടാവും. ചില ആളുകൾക്ക് പ്രഗ്നൻസിൻ്റെ ടൈം ആകുമ്പോൾ നല്ല ഡാൻഡ്രഫ് വരാം, പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞാൽ നോർമലി അതില്ലാതായി പോവാം മെൻസ്ട്രൽ പീരീഡിൽ. അത് ഹോർമോണൽ ഇംബാലൻസ് ആണ് അതിൻ്റെ ഒരു ഫാക്ടർ എന്നുള്ളത്. അതുപോലെ തൈറോയിഡ് ഡിസീസ് ഉള്ള ആളുകൾക്ക് നല്ലപോലെ ഉണ്ടാവും. ഗട്ട് ബാക്ടീരിയനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ആളുകൾക്കും ഇതുണ്ടാവും. അഥവാ ഫംഗൽ ഇൻഫെക്ഷനാണ് മലേഷ്യസ് എന്ന് പറഞ്ഞാലോ. അപ്പോൾ ഫംഗൽ ഓവർ ഗ്രോത്ത് ബോഡിയിലുള്ള ആളുകൾക്കും എന്തുണ്ടാവാം, ഡാൻഡ്രഫിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കോഴ്സുകളുണ്ട്. അതേപോലെ തന്നെയാണ് ബാത്തിങ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, കുളിക്കുന്ന സമയം കാര്യങ്ങൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഡാൻഡ്രഫ് വരാൻ കാരണമുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഏതാണോ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ട്രീറ്റിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് മാനേജ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ ഇപ്പം ഡാൻഡ്രഫിന് ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഡാൻഡ്രഫിന് സെൽഫായിട്ടൊരു കെയർ എടുക്കുന്ന സമയമാണിപ്പോൾ. ഒന്നാമത് ഒരുപാട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയാസിൽ അല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തുന്ന ഒരു കാര്യം. പക്ഷേ ഹോം റെമഡീസ്, അതുപോലെ ഷാംപൂസ്, ക്രീംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻലി നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നോർമൽ ഒരു ഫാർമസി പോയിട്ട് എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കീറ്റോകോണസോൾ ഷാമ്പു വരും, അല്ലെങ്കിൽ കീറ്റോകോണസോൾ സിങ്ക് പൈരിത്രോണ്ട് ഷാമ്പു തരും, അല്ലെങ്കിൽ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ഒരു കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരാൾക്ക് നമ്മൾ ഇത് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഫംഗൽ ഓവർ ഗ്രോത്ത് ഉള്ള ഒരാൾക്ക്, ഇൻഡസ്ട്രിയൽ ഫംഗൽ ഓവർ ഗ്രോത്ത് എന്നുള്ള ആളുകൾക്ക് അവർക്ക് എന്തുണ്ട്, നമ്മൾ ഈ ഡാൻഡ്രഫിന് കൊടുക്കുന്ന സ്കാൾപ്പ് എന്ത് ചെയ്യാണ്, സ്കാൾപ്പിൽ ഈ ഷാമ്പു തേച്ചിട്ട് അവരെന്ത് ചെയ്യും, വാഷ് ഔട്ട് ചെയ്ത് ലോക്കലി മാത്രം ഒരിക്കലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ പോവും, പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. മോസ്റ്റ്ലി ഡാൻഡ്രഫ് ഒരാൾക്കും ഇപ്പം നമുക്ക് കേസ് വരുന്ന കേസുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഡാൻഡ്രഫ് മാറിയിട്ടാരും അങ്ങനെ തന്നെ പറയാം കുറേ കാലമായി പക്ഷേ മാറുന്നില്ല എന്താണെന്നുള്ളത്. പക്ഷെ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡയഗ്നോസിസ് നടക്കാത്തൊരു കാരണത്താലെയാണ് എന്തുള്ളത്, നമുക്ക് ഇതൊരു ക്ലിയർ ആയി പോവാത്തത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷാമ്പു എടുത്തിട്ട് തേക്കുക, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ഷാമ്പു എടുത്ത് തേക്കുക, അല്ലെങ്കിൽ അടുത്തൊരു റീലിൽ എനിക്ക് മാറിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് മാറിയെന്ന് പറഞ്ഞിട്ട് ഞാനെടുത്ത് യൂസ് ചെയ്യുന്നൊരു ചാനൽ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് യൂസ്ഫുൾ അല്ല. ചില ആളുകൾക്ക് ഒരു പക്ഷേ ഒരേ കണ്ടീഷനാണ് നമുക്ക് രണ്ടാൾക്ക് എയർ ഡാൻഡ്രഫിന് റീസൺ എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ എഫക്റ്റീവ് ആവും, അല്ലാത്ത കാരണത്താൽ അത് എഫക്റ്റീവ് ആവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളതോ അങ്ങനത്തെ ഒരു ഡോക്ടറെ കണ്ടതിൻ്റെ ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ. അപ്പോൾ ഇതിൽ ഹോം റെമഡീസ് എഫക്റ്റീവ് ആണ്, അല്ലാന്നല്ല. അതേപോലെ ഈ കീറ്റോകോണസോൾ പോലത്തുള്ള മെഡിസിൻസ് എഫക്റ്റീവ് ആണ്. പക്ഷെ അത് ആര് യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഇല്ലാതെ യൂസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് എഫക്റ്റീവ് അല്ലാതിരിക്കുക. അപ്പോൾ ഈ ഫംഗൽ ഗ്രോത്തൊക്കെ ഉള്ള ആളുകൾ കൂടുതലായിട്ട് ഈ ഫംഗൽ പ്രൊഡ്യൂസ് ആയിട്ടുള്ള, അഥവാ ഇവർക്ക് എന്താ വെച്ചാൽ ഫംഗൽ ഓവർ ഗ്രോത്ത് ഉള്ളവർക്ക് ഇൻഡസ്ട്രിയിൽ ഫംഗസ് കൂടും. അപ്പോൾ അവർക്ക് ഫംഗസിന് ഫുഡ് കിട്ടാതാകുന്ന ഒരു കണ്ടീഷൻ പറയും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ഈ ഫങ്ഷണൽ മെഡിസിനിലൊക്കെ പറയുന്ന പോലെ ഫംഗൽ ഓവർ ഗ്രോത്ത് ഉള്ള ആളുകൾക്ക് സ്കിൻ കണ്ടീഷൻസ്, ഒരുപാട് സ്കിൻ ഡിസോർഡേഴ്സ് ഉണ്ടാവും, സോറിയാസിസ് പോലത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സ്കാൾപ്പ് സോറിയാസിസും ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ ലോക്കലി അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ആ ഫംഗസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഡോക്ടറെ, തലയിൽ ഒരുപാട് ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഡാൻഡ്രഫ് വരാൻ സാധ്യത ഉണ്ടോ? അത് ഞാൻ പറഞ്ഞത് നേരത്തെ ഓയിലി സ്കിന്നുണ്ടല്ലോ, ഓയിലി സ്കിന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറേ സമയം എന്താക്കും തലയിൽ ഇട്ട് വെക്കും.
അവർക്ക് മോസ്റ്റ്ലി നമ്മൾ കാണുക ഇച്ചിങ് നല്ലുള്ള ആളുകളായിരിക്കും, തലയിൽ ഓയിൽ കുറേ നേരം ഇട്ടിട്ട് ആ ഒരു ഇച്ചിങ് അപ്പോൾ ഓൽക്കൊരു കുറവുണ്ടാവും, ആ വാഷ് ഔട്ട് ചെയ്യുമ്പോൾ കുറവുണ്ടാവും. പക്ഷേ ഈ ഓയിൽ എന്താവും, സ്കിന്നിൽ എന്താവും, ഉള്ളിലേക്ക് ഇറങ്ങിയാൽ വീണ്ടും അവർക്കിത് ഗ്രോത്തിന് ചാൻസസ് കൂടും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നേരെ മറിച്ച് ഒരു നല്ലോണം ഷാമ്പൂസ് യൂസ് ചെയ്യണം, ഓയിൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ഡ്രൈ ആയി പോകും. വീണ്ടും അതെന്താവും, ഇതിന് സ്കിന്ന് എക്സ്ഫോളിയേഷൻ നടക്കും, വീണ്ടും അത് ഓവർ ഗ്രോ ഇതായിട്ട് ഡാൻഡ്രഫ് പോലെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതിലെന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ചില ആളുകൾ ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ട് വേഗം മുട്ട അടിക്കും, മുട്ട അടിച്ചാൽ ഡാൻഡ്രഫ് മാറുന്നുണ്ട്. പക്ഷെ മുട്ട അടിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഡാൻഡ്രഫ് മാറുക എന്നുള്ളത് ഇതുവരെ സയന്റിഫിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല, പ്രൂവൺ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് മുട്ട അടിച്ചാൽ അപ്പോൾ എനിക്ക് മുട്ട അടിക്കുമ്പോൾ റിലീഫ് ഉണ്ടാവും എന്നുള്ളത്? പിന്നെ അവിടെ സ്കാൾപ്പ് എന്താണ്, ക്ലീനാണ്. തലേന്ന് ഹെയർ ഒഴിവാക്കിയ സ്കാൾപ്പ് ക്ലീനാണ്. പിന്നെ ക്ലീൻ ആയിട്ടുള്ള അവർ വാഷ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, അവരപ്പം തന്നെ നല്ലപോലെ സ്കാൾപ്പ് വാഷ് ചെയ്യും. അതേപോലെ തന്നെ ഈ മുട്ട അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മുടി പുതുതായിട്ട് വരും. അതേപോലെ വെള്ളമുടി പറിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമുടി, ഇങ്ങനത്തെ ഒരുപാട് മിത്തുകളുണ്ട് മുടികളെ പറ്റിയിട്ട്. ഞാനിപ്പോൾ ഇതിൽ മുട്ടനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ജസ്റ്റ് ഇതെന്ത് സ്കാൾപ്പ് ഷേവ് ചെയ്തിട്ട് അപ്പൊ ആ സമയത്ത് അവർക്ക് എന്താ സിംറ്റംസ് ഒക്കെ കുറയും. സിംറ്റംസ് കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, മുട്ട അടിച്ചാൽ മാറ്റണം. പക്ഷെ ഒരു കാരണവശാലും, കാരണം ഹെയർ ഉണ്ടാകുന്നത് ഹെയർ റൂട്ടിന്റെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ റൂട്ടിന് കൃത്യമായിട്ട് ഹെൽത്ത് കിട്ടാത്തത് കൊണ്ടാണ് ഹെയർ ഫോൾ, അല്ലെങ്കിൽ പിന്നെ സ്കാൾപ്പിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്കാൾപ്പിന് സ്കിന്നും ഉണ്ടാവും. അപ്പൊ ഈ സ്കാൾപ്പ് സ്കിന്ന് ക്ലിയർ ആവാത്ത സ്ഥിതിക്ക് ഒരിക്കലും മുട്ട അടിച്ചത് അത് മാറിക്കൊള്ളുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് എഫക്ട് ചെയ്യണം, മുട്ട അടിച്ചിട്ട് അതിന്റെ മേലെ മെഡിസിൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ്ലി സ്കാൾപ്പിലേക്ക് നമ്മളിപ്പോ സ്കാൾപ്പ് ക്ലീൻ ആവും പറഞ്ഞല്ലോ, അതേപോലെ ഒരു കുറച്ച് എഫക്ട് ചെയ്യണം. ഹെയർ ഇല്ലാത്ത ഒരു ഫോളിക്കിളിലേക്ക് കറക്റ്റ് മെഡിസിൻ എത്താൻ അത് സഹായിക്കും. മുട്ട അടിച്ചിട്ട് മെഡിസിനോടെ ചെയ്യുന്ന അങ്ങനെയുണ്ട്. അല്ലാതെ മുട്ട അടിച്ചുകൊണ്ട് ഡാൻഡ്രഫ് മാറുമോ അല്ലെങ്കിൽ മുട്ട അടിച്ചുകൊണ്ട് മുടി കൊഴിച്ചിൽ മാറുമോ എന്നുള്ളതൊക്കെ വെറും മിത്തുകൾ മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലത്തെ ഒരുപാട് മിത്തുകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇപ്പോൾ ഫംഗൽ ഗ്രോത്ത് കൂട്ടുന്നതായിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്തുണ്ടാവും, ഡാൻഡ്രഫ് ഗ്രാജുവലി ഉണ്ടാവും. ഈ ഡാൻഡ്രഫിന്റെ പ്രത്യേകത, ഡാൻഡ്രഫ് നമ്മൾ സ്കാൾപ്പിൽ മാത്രമേ നോട്ടീസ് ചെയ്യുള്ളൂ, വേറെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അഥവാ ആക്സില്ല, നമ്മളെ കൈപ്പൊക്കളിലെ കൈയിന്റെ ഇടുക്കില്, അതുപോലെ തൊടയുടെ ഇടുക്കില്, ഇവിടേക്ക് ഡാൻഡ്രഫ് അഥവാ ഒരു ഫംഗൽ ഡ്രൈ പോലെ താടിന്റെ ഉള്ളിലുണ്ട്. അത് അതേപോലെ ചെവിക്കകത്ത് വരും, ചെവിയുടെ ബാക്കിൽ വരും ചില ആളുകൾക്ക്. ഇതൊക്കെ ടൈപ്പ് ഓഫ് ഡാൻഡ്രഫ് ആണ്. അതെ അതെ, മൊത്തമായിട്ട് ഓൾ ഓവർ ബോഡിയിൽ വരാനുള്ള ചാൻസ്. അഥവാ വെച്ചാൽ സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ടല്ലോ ഹെയറിന്റെ അടി കൂടെയുള്ള സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള മെയിൻറ്റെയിനിങ്ങിലാണ് ഒന്നാമത് ഡാൻഡ്രഫ് നമുക്ക് ഇതാവുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഈ ത്വക്കില് അതുപോലെ തൊടയുടെ ഇടുക്കിലൊക്കെ ഭയങ്കരമായിട്ട് വൈറ്റിഷ് ആയിട്ടുള്ള ഈ സ്പ്രെഡ് ഉണ്ടാവും. പക്ഷെ അവരിത് എന്ത് ചെയ്യൂല, ഡാൻഡ്രഫ് ആണെന്ന് നോട്ടീസ് ചെയ്യില്ല. അത് ടൈപ്പ് ഓഫ് ഡാൻഡ്രഫിന്റെ ഇത് തന്നെയാണ്. അത് ഒരേപോലത്തെ ഫംഗൽ ഇൻഫെക്ഷൻസ് തന്നെയാണ്. തലയിലെത്തുമ്പോൾ നമ്മൾ ഡാൻഡ്രഫ് എടുത്ത് പറയുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതൊരു പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഹെയറിന്റെ ആ ഒരു സ്കാൾപ്പ് സ്കിന്നിൽ എന്താവും, ഗ്രോത്തിനെ അത് ബാധിക്കും. അതിനനുസരിച്ച് ഹെയർ ഗ്രോത്തിനെ ബാധിക്കും, റൂട്ട് കട്ടി കുറയും. അങ്ങനെ ഇപ്പൊ ഈ ഡാൻഡ്രഫ് ഉള്ള ആളുകൾക്ക് ആദ്യം തിക്ക് ഹെയർ ആയിരിക്കും. പിന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്യാതെ കൊണ്ടു നടക്കുമ്പോൾ എന്താവും, തിക്നെസ് കുറയും, തിന്നിങ് ആവും. തിന്നിങ് ഓഫ് ഹെയർ ഉണ്ടായി റൂട്ട്. ഇത് പറയുമ്പോൾ ഈ ഹെയർ കെയറിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മുടി ഒരുപാട് വട്ടം മാറുന്നു കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആയി നിൽക്കുന്ന ഒരു മൈൻഡ് ഉണ്ട്. അപ്പോൾ സ്ത്രീകളിലാണ് അത് കണ്ടുവരുന്നത്, നല്ലോണം മാറും. ഈ മാറുന്നത് കൊണ്ടാണ് അവരുടെ മുടി പൊട്ടിയിട്ട് സ്പ്ലിറ്റ് ഹെയറിലേക്ക് പോയിട്ട് അത് കേട് വരുന്നത് എന്നുള്ളൊരു കൺസേൺ ആവുന്നില്ല. ഈ നമ്മളെ മുടി എടുത്ത് നോക്കുകയാണെങ്കിലേ, മുടിക്ക് നമ്മൾ ഒരു മൈക്രോസ്കോപ്പിക് ഇതെടുത്തു, സ്ട്രാൻഡ് എടുത്ത് മൈക്രോസ്കോപ്പിക് ഫൈൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഹെയർ റഫാണ്. ഹ്യൂമൻ ഹെയറിന് റഫാണ്. ബാക്കിയുള്ള അതുപോലെ ഡോഗ്സ്, ക്യാറ്റ്സ് ഇവർക്കൊക്കെ വരുന്ന രോമം കുറച്ചും കൂടെയൊക്കെ സ്മൂത്ത് ആയിട്ടുള്ളതായിരിക്കും. ഹ്യൂമൻ ഹെയർസ് ഡ്രൈ ആണ്. അപ്പോൾ ഈ റഫ് ആയിട്ടുള്ള ഈ സാധനത്തിന് എന്താ നമ്മൾ ഹെവി പ്രഷറിൽ എന്ത് വലിച്ചാലും വേഗം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഹ്യൂമൻ ഹെയർ പൊട്ടിപ്പോവും. അതേപോലെ ഹ്യൂമൻ ഹെയർ സ്പ്ലിറ്റിംഗ് ഓഫ് ഹെയർസ് പഠിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അഥവാ ചില ആളുകൾക്ക് മുടി ഇങ്ങനെ രണ്ട് കൊമ്പ് പോലെ വന്നിട്ട് പൊട്ടേ വരുന്നത്. അപ്പോൾ ഈ റഫ് ഹെയർ ആയതുകൊണ്ടുള്ള ഒരു പെക്യുലാരിറ്റിയാണ് ഇത്. അതുപോലെ ചില ആളുകൾ ഇപ്പൊ ഇങ്ങനെ കേളി ഹെയർ ഉണ്ടാവാം, ചുരുണ്ട മുടികൾ. അത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്റെ ഫാമിലി കേളി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജനറ്റിക്കലി കേളി ഹെയർ ആണെന്നുള്ള ഒരു വിശ്വാസമുണ്ട് ചില ആളുകൾ. അതൊന്നും ഒരിക്കലും ഇല്ല. അതൊക്കെ ഏത് ഇതാണോ റേസ് ആണോ അതിനനുസരിച്ച്. കേളി ഹെയറിനെ പറ്റി പറയുമ്പോൾ പേഴ്സണലി എനിക്ക് എൻ്റെ താടി കേളി ഹെയർ ഒരു പരിധിയിൽ കൂടുതൽ താടി വെക്കാൻ പറ്റില്ല, ചുരുണ്ട് വരും. അപ്പം ഞാനതൊരു കൃത്യമായിട്ടൊരു ഇടവേളയിൽ അത് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കലാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. താടി എൻ്റെ കേസ് താടിയാണ്, പക്ഷെ
മുടിയിൽ ഒരുപാട് പേർക്കുണ്ട് അങ്ങനെ. അപ്പോൾ ഒരു പരിധി കൂടുതൽ അവർക്ക് വളർത്താൻ പറ്റൂല, അപ്പോൾ അത് കട്ട് ചെയ്ത് ഒതുക്കി നിർത്തേണ്ടി വരും. ഇത് ചില ആളുകൾ എന്താ ചോദിച്ചാൽ സ്ട്രൈറ്റനിങ് ചെയ്യുക കേളി ഹെയർ ഓക്കെ സ്ട്രൈറ്റ് ആക്കി പോകും. ഈ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഡാൻഡ്രഫോ അങ്ങനത്തെ ഇതൊക്കെ കുറവുള്ള പോലെ തോന്നും. പക്ഷേ ചില കേസിൽ എന്തുണ്ട്, ഡാൻഡ്രഫ് കൂടുന്നുണ്ട്. ഇങ്ങനത്തെ ഹെയർ കോസ്മെറ്റിക്സ്, സ്ട്രൈറ്റനിങ്, ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഡാൻഡ്രഫ് കൂടുന്നുണ്ട് ചില ആളുകൾ. അപ്പോൾ അത് സ്കിന്നിന്റെ കണ്ടീഷൻസ് അനുസരിച്ച്. സ്ട്രൈറ്റനിങ് ഒന്നും ഒരു പെർമനന്റ് ട്രീറ്റ്മെന്റ് അല്ല. ഇപ്പോൾ ഇതിൽ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ കുളി മെയിൻ ആയിട്ടുള്ളൊരു റീസൺ തന്നെയാണ്. ഓയിലി സ്കിന്നായിട്ടുള്ള ഒരു ആള് മോസ്റ്റ്ലി കുറച്ചും കൂടെ ഒക്കെ പ്രിഫറബിൾ നല്ല കുളിക്കാനുള്ള സമയം നൈറ്റാണ്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നൈറ്റ് നമ്മൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഗം എന്താവും, സ്കിന്ന് ഡ്രൈ ആയി കിട്ടും. പക്ഷെ അത് ഡ്രൈ ആക്കിയിട്ടേ കിടക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒരു എന്താ കുളിച്ചാണ് നേരെ അതിൽ കിടക്കാൻ പാടില്ല. മുടി നമ്മൾ വാഷിങ് ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രൈ ആക്കണം, എന്നിട്ട് നമ്മൾ കിടക്കാൻ സ്കാൾപ്പ് അടക്കം ഡ്രൈ ആക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ എന്തെങ്കിലും അഥവാ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ തല ഉണ്ടാവുക. അപ്പോൾ ഒരു ഹൈജീനിക് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം, രാത്രി ഓവർ ഓയിലി ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി ഒന്ന് തല വാഷ് ഔട്ട് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് കിടക്കുന്നത് നല്ലതാണ്. ഇനി ഡ്രൈ സ്കിന്നുള്ള ആളുകളാണ്, നല്ല ഡ്രൈ സ്കിൻ ഓയിൽ രാത്രി അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. രാത്രി തല അങ്ങനെ കൂടുതൽ നനക്കാൻ പാടില്ല, രാവിലെ നനക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം ഇങ്ങനത്തെ ഈ ഒരു ഹൈജീനിക് അല്ലാത്ത രൂപത്തിൽ നമ്മൾ ഹെയർ കൊണ്ടടക്കുന്നത് ഇങ്ങനെ ഒരുപാട് റീസൺസിന് ഒരുപാട് കുളിയും മുടി കഴിച്ചനും ഇത് തമ്മിൽ ബന്ധമുണ്ടോ? നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ജനറേഷനിൽ അപ്പോൾ യുവതലമുറ ജനറേഷനിൽ എല്ലാവർക്കും 20-25 മുകളിൽ കഴിഞ്ഞാൽ എല്ലാവർക്കും മുടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പേഷ്യൻറ്റോട് പറയുന്നത് പൊതുവെ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ബോഡി ഹീറ്റാവും നമ്മൾ മൊത്തത്തിൽ. അപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഇപ്പോൾ ഷവർ ഉപയോഗം കൂടിയുണ്ട്, നമ്മൾ പണ്ടത്തെ പോലെയല്ല ഉപയോഗം കൂടിയുണ്ട്. ഡയറക്റ്റ് ഫോഴ്സ് നേരെ നമ്മൾ തലയ്ക്കാണ് ആദ്യം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹെയർ ഫോഴ്സിൻ്റെ കട്ടി അത് കുറക്കും. അങ്ങനെ നല്ല മുടി വെച്ചിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു സജഷൻ വെക്കുന്ന പേഷ്യൻ്റ് പറഞ്ഞാൽ ഞാൻ എണീക്കുന്ന സമയത്ത് ഉണ്ടാക്കുക കാൽമന്ന് ഉണ്ടാക്കുക കുളിക്കാൻ തുടങ്ങുക. അത് നമ്മൾ പഴയ സിസ്റ്റം ഉണ്ടല്ലോ, ഏത് ബക്കറ്റിൽ വെള്ളമാക്കിയിട്ട് ഷവറിങ് അഡ്വൈസബിൾ അല്ല. ഇതില് ഇപ്പൊ ഈ നമ്മള് മോർണിംഗ് അല്ലെങ്കിൽ അതിരാവിലെ കുളിക്കേണ്ട സമയത്ത് ആദ്യം കഴുകേണ്ട കാലാണ്. ചില ആളുകൾ നേരെ ഡയറക്റ്റ് ഹെഡിലേക്ക് വന്നാൽ ഓവർ ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പൊ ഓവർ ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടായാൽ മുടി വെച്ചിട്ട് മാത്രമല്ല വേറെയും, അഥവാ പെട്ടെന്ന് ഇപ്പോൾ ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലാണ് ആദ്യം നനക്കേണ്ടതെന്ന് പറയും. കാലാദ്യം നനച്ചാൽ അവരുടെ ബോഡി ഹീറ്റ് ആവാൻ തുടങ്ങും, ഹീറ്റ് പ്രൊഡക്ഷൻ കൂടും. അപ്പൊ അതിനനുസരിച്ച് പിന്നെ ഇങ്ങനെ മേലോട്ടേക്ക് നനച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് അല്ലെങ്കിൽ കാല് നനച്ചൊരു കാല് നമ്മളെ ബോഡി ഹീറ്റ് ഇതുണ്ടല്ലോ, തണുപ്പ് തട്ടുമ്പോൾ നമുക്കൊരു വിറയൽ വരുന്നുണ്ടല്ലോ ഓവറായിട്ട്, നല്ല രാവിലെ തന്നെ അത് കുറക്കാൻ ഏറ്റവും നല്ലത്. ഇതുപോലെ തന്നെ ഡെയിലി കുളിക്കുന്ന ഡെയിലി ഷാമ്പു ചെയ്യുന്ന ആൾക്കാരുണ്ട് തലയിൽ, കേടാണ്. ഡെയിലി ഷാമ്പു ഉപയോഗിക്കുന്നതും കേടാണ്, ഡെയിലി ഓയിൽ ഉപയോഗിക്കുന്നതും കേടാണ്. വേറെ വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർ ഭയങ്കരമായിട്ട് നേരിടുന്ന പ്രശ്നം വെച്ചാൽ ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ ഈ ക്ലോറിൻ കണ്ടന്റുള്ള വാട്ടറിൽ കുളിച്ചിട്ട് എൻ്റെ മുടിയൊക്കെ പോയി എന്ന് പറയും. അതും ഭയങ്കര കൺസേൺ അല്ല ആൾക്കാരത്. അതിനൊക്കെ ഇതിൽ ഞാനൊരു സാധനം വായിച്ചിട്ടുണ്ടായിരുന്നു, ചില ആളുകൾ ഇങ്ങനത്തെ ഈ ക്ലോറിൻ വാട്ടറൊക്കെ ഉള്ള ഈ സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രാവിലെ എന്താക്കും കുളിക്കാൻ മടിച്ചിട്ട് ഒക്കെ അവരെന്താ തല നനക്കൂല, ബോഡി മാത്രം ചെയ്ത് തലക്കൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു വർക്കിന് പോകും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊരു റിസർച്ചിൽ ഞാൻ വായിച്ചു. എന്താ വെച്ചാൽ ഇവർ നമ്മൾ നല്ലപോലെ ഇത് ചെയ്യുമ്പോൾ ഹീറ്റ്നെസ് കൂടുതൽ കൂടെപ്പോൾ തലയിലേക്ക് ആയിരിക്കും. അപ്പോൾ കാരണം ബോഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ്നെസ് തല നനക്കാത്തതുകൊണ്ട് ഹീറ്റ്നെസ് തലയിൽ കൂടും. ഈ ഹീറ്റ്നെസ് കൂടുമ്പോഴും അതെന്താവും സ്കാൾപ്പ് കണ്ടീഷൻസിനെ ബേർഡൻ ആക്കാമെന്ന് ഇങ്ങനെ റിസർച്ചിൽ ഇന്നലെ മിനിയാന്ന് ഞാൻ വായിച്ചു. ഇങ്ങനെ അങ്ങനെ ഒരു ചാൻസസ് ഉണ്ട് അതിന്. ഹാർഡ് വാട്ടറിന്റെ അല്ലെങ്കിൽ തല നനക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തല നനക്കാതെ കുളിക്കുമ്പോൾ ഹീറ്റ്നെസ് ഏത് കാലാവസ്ഥയിലാണ് മുടി വെച്ച് കൂടുതൽ ഉണ്ടാവുക? ഇപ്പോൾ മഴക്കാലത്താണോ വേനൽക്കാലത്താണോ അല്ലെങ്കിൽ വിൻ്ററാണോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉള്ള സമയത്താണോ ചാൻസ് കൂടുതൽ ഉണ്ടാവുക? അല്ല, അതെങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതും അഥവാ ഇത് കണ്ടീഷൻസ് എല്ലാ കാലത്തും ഉണ്ടാവും. 100 to 150 ഹെയർ ഡെയിലി പോവുകയും ചെയ്യും. ഇത് നോർമലാണ്. അപ്പോൾ ഒരു 10 മുടിയെങ്കിലും കൊയ്യുന്നുണ്ടായാലും ഇതിൻ്റെ മുടികൾ ഫുള്ള് കൊഴിയാണ് എന്നുള്ളൊരു തോന്നൽ ആങ്ഷ്യസ് ആണ് അതിന് മെയിൻ റീസൺ. പക്ഷെ ഈ ഇതുണ്ടല്ലോ എൻവയോൺമെന്റൽ ക്ലൈമറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിനും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഹെയർ കെയർ ഉണ്ട്. ആ രൂപത്തിൽ നമ്മൾ ഹെയർ കെയർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിലൊരു രസം എന്താ വെച്ചാൽ ഇവർ ഈ
ഇപ്പോൾ 10 അല്ലെങ്കിൽ 20 മുടി കൊഴിയുമ്പോഴേക്കും എൻ്റെ മുടികൾ ഫുള്ള് കൊഴിയും. ചില പേഷ്യൻസ് വന്നിട്ട് പറയും ഡോക്ടർ ഇങ്ങനെ പോയാൽ ഒരു മാസം കൊണ്ട് ഞാൻ കഷണ്ടി ആവും. അത് അയാൾ ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം എടുക്കൂല മൂപ്പര്, അതിന് മുമ്പ് തന്നെ ഉണ്ടാവും കഷണ്ടി. പക്ഷെ ഇത്രയും ഇപ്പോൾ ഒരു 100-100ഓളം മുടി വരുന്നുണ്ട്, എന്നിട്ടും മൂപ്പര് തലയിൽ മുടി ഉണ്ടല്ലോ എന്ന് മൂപ്പരോട് ചോദിച്ചാൽ അത്രത്തോളം മൂപ്പര് കുറേ കാലമായിട്ട് ഈ മുടി വെച്ച്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എയർ ഫോളിക്കിൾസിന് ഒരു റീഗ്രോത്ത് നടക്കുന്നുണ്ട്, ചിലത് ഡെഡായി പോകുന്നുണ്ട്, ചിലത് റീഗ്രോത്ത് നടക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് അത് മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഈ ഓയിൽ റിഗിൽ വർക്ക് ചെയ്യണ, ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട്. ആൾക്ക് നന്നായിട്ടുള്ളൊരു ഹെയർ ലോസ് ഉണ്ട്. അപ്പോൾ ഈ കടലിൻ്റെ ഒക്കെ ഒരു കാലാവസ്ഥ ഡ്രൈ ഉള്ളതായിട്ടുള്ളൊരു കാലാവസ്ഥ, ഡ്രൈനെസ് കൂടുന്തോറും ഹെയർ ലോസിന് സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഞാൻ എവിടെയും വായിച്ചിട്ടില്ല, ഇന്ന കാലാവസ്ഥയിൽ അതിൻ്റെ ഒരു അറിവല്ല. പക്ഷേ അങ്ങനത്തെ പേഷ്യൻസ്, ഡ്രൈനെസ് കൂടിയ രാജ്യങ്ങളിലുള്ള പേഷ്യൻസിന് ഹെയർ ലോസ് കൂടുന്നുണ്ട്. ഡ്രൈനെസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓവർ ഡ്രൈനെസ്. പിന്നെ ഈ കടലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സാൾട്ടി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും, തീരത്തുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രൈനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ മെയിനായിട്ട് നമുക്കും. പിന്നെ ലേഡീസിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഈ ലൈസ് അല്ലെങ്കിൽ പേന് എന്ന് പറഞ്ഞ വിഷയം. ഭയങ്കരമായിട്ട് കൺസേൺ ആകുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സിസ്റ്റേഴ്സ്, സിബ്ലിങ്സ് ഒക്കെ ഒരാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ബുദ്ധിമുട്ടാവും. ഈ പെയിന് വെച്ചാൽ ഒരു ഹെയറിൽ നിന്ന് മറ്റൊരു ഹെയറിലേക്ക് പാരസൈറ്റ് ആണല്ലോ, അപ്പോൾ അങ്ങനെ വരാം. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ട് അതിൻ്റെ ബഡ്സ് അടക്കം നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ. അതെ അതെ, ഇതിനൊരു മിത്തുണ്ട്. അഥവാ തലയിലും പേന നല്ലോണം ഉണ്ടെങ്കിലും മുടി നല്ലോണം ഗ്രോ ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കൂടിയിട്ടുണ്ടാവാം. അത് വേറെ വിത്തുണ്ട്, പേനുണ്ടെങ്കിൽ താരൻ ഉണ്ടാവില്ല എന്നുള്ളൊരു വിത്തുണ്ട്. അങ്ങനെയൊന്നുമില്ല. പേന ഒരു പാരസൈറ്റ് ആണ്, അത് ഹെയറിൽ തലയിൽ വേണ്ടാത്ത സാധനമാണ്. അപ്പൊ അത് പ്രോപ്പർ ഹൈജീനിക് അല്ലാത്തത് കൊണ്ടാണ് പേന വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പൊ ഇത് മുടി ഉണ്ടാവുന്ന വെച്ചിട്ട് തലയിൽ നിറച്ച് പേന നിർത്താൻ പറ്റുമോ? അത് അതൊക്കെ ഓരോരുത്തരുടെ ലോജിക്കാണ്. ചില ആളുകൾ പറയും സർക്കുലേഷൻ കൂട്ടിയാലും ആണ്, അപ്പോൾ ഈ പേൻ ഉണ്ടായാലും സർക്കുലേഷൻ കൂടും എന്നുള്ളൊക്കെ ഓരോ ഇതാണ്, മിത്തുകളാണ്. ലൈസിന് ശരിക്കും ലൈസിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസിൻ്റെ കോമ്പുണ്ട് സ്പെഷ്യലായിട്ടുള്ള, വളരെ മൈക്രോൺ ക്ലോസർ ആയിട്ടുള്ള. അപ്പോൾ അത് ശരിക്കും ഒരു ഷാംപൂയിങ്ങിന് ശേഷം വയറുന്ന് വാർന്നെടുക്കാൻ ലൈസിന് അതിനെ കൊല്ലുന്ന, അതുപോലെ അതിന് കില്ലിങ് ഷാംപൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ ഈ ഡാൻഡ്രഫിന് ഒരു വട്ടം ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡാൻഡ്രഫിനും ഷാമ്പൂവിനും ഏതിനാണ് ഷാമ്പൂയിങ് ചെയ്യുമ്പോൾ എങ്ങനെ വെച്ചാൽ വൺസ് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഡാൻഡ്രഫ് അത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് കുറയും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എടുത്തു വെക്കും, പിന്നെ ഒന്ന് രണ്ടാമത് വരുമ്പോൾ വീണ്ടും അത് ഉപയോഗിക്കും, പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്. ഒരിക്കലും നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ആന്റി ഫംഗൽ ഷാംപൂയിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓയിൽസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെറംസ് ആണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ മെഡിസിനൽ കണ്ടന്റ്സ് ആണ്. ഓവറായിട്ടൊരു തലയിൽ അത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് പ്രോപ്പറായിട്ട് ഒരു 1 month ഒരു ഡോക്ടർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ആ ഡോക്ടറെ കണ്ടതിന്റെ ശേഷം എന്ത് ചെയ്യണം, അടുത്ത ട്രീറ്റ്മെന്റ് എടുക്കണം. ഷാംപൂയിങ് ചെയ്യണോ? ഞാനും ഇങ്ങനെ വിഷയം ചെയ്യും. അപ്പോൾ പേനയാക്കാൻ ഷാമ്പൂ ചെയ്യും. പക്ഷെ ഡെയിലി വീക്കിലി 7 days ഷാമ്പൂയും ചെയ്യാനാണ് അത് മുടിൻ്റെ ഹെയർസിനെ ബാധിക്കും. പൊതുവെ നമ്മൾ പറയുന്നത് എന്താ പറയുക, വീക്കിലി 4 വീക്കിലി 3 വട്ടം, മാക്സിമം 3 വട്ടം. ഇത് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീക്കിലി 4 വട്ടം. അതങ്ങനെയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ 1-2 ആഴ്ചയിലേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നോർമലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാൻഡ്രഫ് കുറഞ്ഞാലോ അല്ലെങ്കിൽ ലൈസ് മാറിയാലോ ഒക്കെ എപ്പോഴാണ് പിന്നെ ഷാമ്പൂ ചെയ്യുക? വീക്കിലി വൺസ് ചെയ്താൽ മതി. വീക്കിലി വൺസ് മതി. അതെ, അതേപോലെ ഓവർ ഓയിൽ തേക്കുന്ന അപ്ലൈ ചെയ്യുന്നതൊക്കെ കുറക്കണം. ചില ആളുകൾ ഇതെന്താ ചോദിച്ചാൽ കുളി കഴിഞ്ഞിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും, എന്നിട്ട് പുറത്തെടുക്കും. ഇവർക്ക് ഓയിലി കണ്ടന്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് കാരണം ഡാൻഡ്രഫ്. ഇതിൽ ഡാൻഡ്രഫ് കുറേ ആൾക്കാർക്കുള്ള ഞാൻ പറഞ്ഞല്ലോ, ഈ സ്കാൾപ്പിൻ്റെ റൂട്ടിനെ അത് ബാധിച്ചാൽ പിന്നെ എന്തായി, അവർക്ക് ഹെയർ ലോസ് വരാൻ തുടങ്ങും. പിന്നെ ഇവർ ട്രീറ്റ് ചെയ്യുക ഡാൻഡ്രഫിനല്ല, ഹെയർ ലോസിനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഹെയർ ലോസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഹെയർ റീഗ്രോയിങ് ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും അപ്ലൈ ചെയ്യുക. അത് ഏത് ട്രീറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും, ആയുഷിൻ്റെതാണെന്നുണ്ടെങ്കിലും അലോപ്പതിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഹെയർ ഫാളിന് കുറക്കാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവുക വെച്ചാൽ കൂടുതൽ എന്തുണ്ടാവും, സെക്രീഷൻസ് ബോഡിയിൽ ഉണ്ടായാൽ വീണ്ടും എന്താവും, ഡാൻഡ്രഫിൻ്റെ അളവ് കൂട്ടും.
പിന്നെ എന്താവില്ല, ഹെയർ ഫാൾ കുറയില്ല. അപ്പോൾ ഡാൻഡ്രഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫിനെ ഫസ്റ്റ്ലി എന്ത് ചെയ്യണം, കുറക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹെയർ ലോസിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റും. ഹെയർ ലോസിന് ഒരുപാട് കോഴ്സുകളില്ലേ. യങ്സ്റ്റേഴ്സിൽ ഞാൻ അധികം ചെയ്യുന്നൊരു രീതി എന്ന് വെച്ചാൽ അധികം ഓയിൽ അധികം അപ്ലൈ ചെയ്യാതിരിക്കാൻ പറയും. കാരണം ഇത് ഡാൻഡ്രഫിലേക്ക് പോകും. ഡാൻഡ്രഫിലേക്ക് പിന്നെ ഇവരുടെ അധികം ഓയിലി സ്കിന്ന് ഭയങ്കര എക്സസീവ് ആയിക്കാണ്ട് ഫോളിക്കിൾസൊക്കെ ആക്റ്റീവ്, അതേപോലെ സ്കിൻ പോർസൊക്കെ ആക്റ്റീവ് ആക്കാൻ. അപ്പോൾ പിമ്പിൾസൊക്കെ ഭയങ്കരമായിട്ട് വരാനുള്ള ഒരു ഏജ് കാര്യം. അപ്പോൾ ആ സമയത്ത് ഞാൻ അധികം ഓയിൽ അപ്ലൈ ചെയ്യാൻ പറയലില്ല. ഓയിലില്ലാത്തതാണ് നല്ലത്, അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ള സ്കിന്നാണ്. അപ്പോൾ അധികമല്ല, വീക്കിലി 1 or 2 മാത്രമേ ഓയിൽ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ള അഡ്വൈസ് കൊടുക്കാറുള്ളൂ. ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഒരു ഏജ് ഉണ്ടല്ലോ, അഡോളസെന്റ് നമ്മൾ പറഞ്ഞു 15 to 25 വയസ്സ് വരെ, ഇതാണ് നോർമലി ഡാൻഡ്രഫ് നല്ല ഉണ്ടാകുന്ന ഏജ്. കഴിഞ്ഞാൽ പിന്നെ ഡാൻഡ്രഫ് കുറവായിരിക്കും, പിന്നെ ഹെയർ ഫാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അതിൻ്റെ ഒരു ലക്ഷണം എന്താ വെച്ചാൽ നെറ്റി തടങ്ങളിൽ ഒരുപാട് ചെറിയ പിമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഡാൻഡ്രഫിൻ്റെയും ഹെയർ ഫാളിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടീനേജേഴ്സ് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അവെയറാണ്. അഥവാ എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നില്ലല്ലോ. ഇന്ന് നേരെ മറിച്ച് നമ്മൾ വലിയ ആളുകൾക്ക്, അഥവാ നമ്മൾ എൻ്റെ ഉപ്പാക്കൊക്കെ ഒരു 30-ാമത്തെ വയസ്സ് 40-ാമത്തെ വയസ്സിലൊക്കെ മുടി കൊഴിച്ചിലും ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് ഈ വയസ്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആണ് ആ കാര്യത്തിൽ. ആ കാര്യത്തിനെ കുറിച്ച് ആങ്ഷ്യസ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ എന്താ വെച്ചാൽ നോർമലി അന്നത്തെ കാലത്ത്, അഥവാ നമ്മളെ ഉപ്പമാർ ഈ ഒരു ഏജ് ഉണ്ടാവും, നമ്മളെ ഒരു 20 to 25 ഏജ് ആണ് സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് ലെവലല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരാൾക്കുള്ളത്. ഒന്നാമത് അവർ കൂടുതലായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയി മാറും. മറ്റേത് നമ്മളെ പഴയ കാലത്തുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവരെന്തായി കൂടുതൽ ആൻഷ്യസ് ആണ്. ഡെയിലി നമ്മുടെ ചുറ്റുപാടത്ത് കാണുന്ന കാര്യങ്ങൾ, ഡെയിലി തിന്നാൻ കിട്ടുന്ന കാര്യങ്ങൾ തിന്നുക, ഡെയിലി കിട്ടുന്ന വേജ് കൊണ്ട് ജീവിക്കുക. അത് മാത്രമല്ല ഹെയർ സ്റ്റൈലിംഗ് ഒന്നും ഉണ്ടായില്ല. അന്നത്തെ ബാർബർ ഷോപ്പ് ഇപ്പൊ പണ്ട് പനക്ക് ബാർബർ ചെയ്ത ഞാനൊരു വട്ടം പോയി, അയാൾക്ക് ഒരു ടൈപ്പ് കട്ടേ അറിയുള്ളൂ, ആ ഒരു കട്ടിങ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഒരുപാട് ടൈപ്പ്. അപ്പൊ ഹെയർ സ്ട്രൈറ്റിങ്, കളറിങ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതിനെ ബാധിക്കുന്ന സാധനങ്ങളാണ്. അതേപോലെ ഇതിനെ കുറിച്ച് കുറച്ച് ആങ്ഷ്യത, ഓവർ സ്ട്രെസ്ഡ് ആണ് ഇപ്പത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഹെയർ ഫാളിലെ യുവ ജനറേഷൻ പറഞ്ഞാല് ഓല് നാളെ എന്തിനല്ല ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ എന്ത് അങ്ങനെ ആലോചിക്കുന്നുണ്ടോ. നമ്മളെ വാപ്പമാര് നമ്മളെ ഉമ്മമാരൊക്കെ എന്താണ് നാളെ അവർക്ക് മാക്സിമം. നമ്മൾ ബാക്കി ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞാല് നാളെ അല്ല, അടുത്ത മാസം കഴിഞ്ഞ അടുത്ത കൊല്ലം ഞാൻ എന്താവണം. ആ സാധനം അതിങ്ങനെ ആലോചിച്ചു. ചെറിയ കാര്യങ്ങൾ പോലും. പിന്നെ അപ്പോൾ വേറെ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് പ്രീമച്വർ ഗ്രേയിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗ്രേയിങ്ങിനെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡോക്ടർ ഒന്ന് പറയുന്നു. പ്രീമച്വർ ഗ്രേയിങ് ഓഫ് ഹെയർ പറയും. ഇപ്പോൾ ഒരു 25 താഴോട്ട്, 25 മേലോട്ടല്ല, 30 to 25 താഴോട്ട് ഏജിൽ എന്താ പറയുക, മുടി വെളുത്ത് പോവുക. പരക്കെ വെളുക്കണമെന്നില്ല, കുറഞ്ഞ മുടികൾ വെളുത്താൽ മതിയാവും. അപ്പോൾ അത് ഈസിലി നോട്ടീസ് ചെയ്യപ്പെടും. കാരണം എല്ലാവരും നമ്മൾ മറ്റു ബോഡി പാർട്ടിനേക്കാളും കോൺഷ്യസ് ആയിരിക്കും ഹെയറിനെ കുറിച്ചിട്ട്, ഈസിലി കോൺഷ്യസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ വെളുത്ത് മുടി വന്നു കഴിഞ്ഞാൽ ഒരു സോഷ്യലി ഞാനൊരു വയസ്സനായോ അല്ലെങ്കിൽ ഞാനൊരു ഡിസീസ് പേഴ്സൺ ആയോ എന്നുള്ളൊരു ചിന്തയോട് കടന്നു വരും. പിന്നെ മെയിനായിട്ട് റീസൺ പറയുന്നത് മെലാനിൻ ആണല്ലോ. അപ്പോൾ നമ്മൾ സ്കിന്നിനായാലും മുടിക്കും കളർ കൊടുക്കുന്നത്. ഈ മെലാനിൻ്റെ അളവ് കുറയുമ്പോഴാണ് സാധാരണയായിട്ട് മുടിയുടെ നിറം വെളുപ്പായിട്ട് വരാറുള്ളത്. ഇതിന് കൂടുതൽ കാരണങ്ങളുണ്ട്. ഒന്ന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, ചെറുപ്പകാലത്തിന് തൊട്ടിട്ട് ന്യൂട്രീഷൻ മതിയായ അളവിൽ കിട്ടാതിരിക്കുക. പിന്നെ ഒന്ന് സ്ട്രെസ്സ് വരുന്നുണ്ട്. ചെറിയ കാലം തൊട്ട് തന്നെ പഠനത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലാണ് സ്ട്രെസ്സ് മെയിൻ ഒരു കാരണമായിട്ട് പറയാറുണ്ട്. പിന്നെ ഓട്ടോ ഇമ്മ്യൂണിറ്റി, അതുപോലെ ജനറ്റിക്കലി കാണാറുണ്ട്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഞാൻ വായിച്ചത് എന്താ വെച്ചാൽ പാരൻസ് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റും അങ്ങനെയൊക്കെ ആണെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ഫിയർ, പേടി ഭയങ്കരമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ യങ്സ്റ്റേഴ്സിൽ ഇതിങ്ങനെ സ്ട്രെസ് അതുപോലെ ആൻഷ്യസ് ആകുമ്പോഴത്തേന് നമ്മൾ ഗട്ട് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് അസിഡിറ്റി കാര്യങ്ങൾ കൂടും. അതും നമ്മൾ ഈ മുടിനെ കൊഴിയാനും അതേപോലെ വൈറ്റനിങ് ഓഫ് ഹെയറിനും കാരണമാകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണമാണ് ഹോർമോണൽ ഇൻബാലൻസ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, PCOD അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഇതൊക്കെ മെയിൻലി ഈ മെലാനിൻ്റെ പ്രൊഡക്ഷനെയും അതേപോലെ വൈറ്റനിങ് ഓഫ് ഹെയറും ഹെയർ ഫാളിനും കാരണമാകുന്നുണ്ട്. മറ്റൊരു കാരണമാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി പറഞ്ഞല്ലോ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. ഈ വൈറ്റമിൻ B12 ആണ് നമ്മളെ RBCക്ക് ഓക്സിജൻ കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ B12 ആണ്. ഇതിൻ്റെ അളവ് കുറയുമ്പോഴും
നമ്മൾ മതിയായ അളവിൽ RBC നമ്മളെ കോശങ്ങളിലേക്ക് എത്താതിരിക്കുകയും മുടിയുടെ വളർച്ച മുരടിക്കുക, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ വൈറ്റനിങ് ഓഫ് ഹെയർ കാണുക എന്നുള്ളതുണ്ട്. നമുക്ക് ലോക്കലി അഥവാ ഈ പ്രീമിയർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലോക്കലി തേക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു റിസൾട്ട്, അല്ലെങ്കിൽ കൂടുതൽ കാലം ഒരു ഓയിൽ തേച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തേച്ചതുകൊണ്ടോ പ്രീമേച്ചർ ഗെയറിന് റിസൾട്ട് കിട്ടിക്കോണമെന്നില്ല. ഇന്റേണലി ട്രീറ്റ് ചെയ്താൽ മാത്രമേ പ്രീമേച്ചർ ഹെയറിന് ഡൈയിങ്, പക്ഷേ ഡൈയിങ് എത്ര കാലം ഇപ്പോൾ ഒരു സൊല്യൂഷനായിട്ട് കൊണ്ട് നടക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഡൈയിങ് ചിലതിലൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറയുന്നേക്കല്ലോ. തലവേദന അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളൊക്കെ പിന്നെയും കിടക്കാറുണ്ട്. ഈ ഒരു 35 ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നോർമലി ഗ്രേയിങ് ഓഫ് ഹെയർ വരാറുണ്ട്. ഈ ഹൃദാവിൻ്റെ ഭാഗത്തുനിന്ന് വൈറ്റനിങ് തുടങ്ങാറുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെന്താ വെച്ചാല് ഇതൊക്കെ ഇപ്പോ ട്രെൻഡൊക്കെ വന്ന പോലെ സാൾട്ട് ആൻഡ് പെപ്പർ നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് നടക്കുന്നുണ്ട്. ഇതില് ഡൈയിങ് ചെയ്താലും ഡോക്ടർ പറഞ്ഞപ്പോ ഡൈയിങ് ചെയ്താലും അത് എത്രത്തോളം എഫക്റ്റീവ്, ചിലതില് ഡൈയിങ് ചെയ്യാൻ പാടില്ല, മുടി കളറടിച്ച് കൊണ്ടെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. അതായത് ചില വിശ്വാസങ്ങളൊക്കെ അങ്ങനെയുണ്ട്. ഇതില് കോസിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ ആയിരിക്കും മെയിൻ ട്രീറ്റ്മെന്റ്. നമ്മുടെ നാട്ടിലില്ലെങ്കിലും ഇപ്പോൾ അധികം കുറച്ചാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കൾച്ചറില്ല. ഈ കളറിങ് എന്ന് പറയുന്നത് അത് യൂറോപ്യൻസിലൊക്കെ നന്നായിട്ട് കൊറിയൻ ട്രെൻഡൊക്കെ എങ്ങനെയാണല്ലോ ഫുള്ള് റെഡും പല കളറിലും അവർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് പ്രീമച്യൂർ ഗെയിങ്ങിന് പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ നമ്മൾ മിത്തിൽ പറഞ്ഞല്ലോ, ഒരു മുടി ഇപ്പൊ ഒരു മുടി വെളുത്ത ആള് പിന്നെ ആ മുടി പറിച്ചിടാൻ കൂടുള്ള ആള് ഇപ്പൊ നിങ്ങൾക്കൊരു മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പറിക്കരുത് തടയും. എന്താ വെച്ചാൽ ഇനി അടുത്ത വളരെ ചില ബാർബർ ഷോപ്പിൽ ഇവരെന്താ ചോദിച്ചാല് അത് മാത്രം നോട്ടീസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കും. അപ്പൊ അത് കട്ട് ചെയ്യരുത്, കൂടുതൽ അതൊക്കെ മിത്താണ്. ശരിക്കും ഇതിപ്പോ പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസ്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, RBCൻ്റെത്, അനീമിക്, ഇങ്ങനത്തെ കുറെ കാരണങ്ങൾ അതിന് റീസൺ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ഇത് ക്ലിയർ ആവുള്ളൂ. മുടി അപ്പോൾ എനിക്ക് ഡാൻഡ്രഫ് നമ്മൾ കോഴ്സ് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മോസ്റ്റ്ലി വുമൻസ് അനീമിക് ആണല്ലോ, ഹെയർ ഫോളിന്റെ. അത് അപ്പോൾ നമ്മൾ HB ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ HB അങ്ങനെ ഡൗണേക്കാണ്. അങ്ങനെ കേസ് കണ്ടിട്ട് അപ്പോൾ HB ഉണ്ടാക്കാം. രണ്ടും കൂടാതെ നമ്മൾ എന്താ പറയാ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ഹെയർ ഫോൾ മാറിയ കേസും പോയുണ്ട്. പിന്നെ ഹെയറിന്റെ കാര്യത്തിൽ എല്ലാവരും കോൺഷ്യസ് ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമല്ല, റൂട്ട് കോസിലേക്ക് ആരും കടന്നു ചെല്ലില്ല. എന്താണ് റൂട്ട് കോസ് അറിയാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പൊ നമ്മള് ആദിവാസി തൈലം, അതുപോലെ വൈദ്യന്റെ തൈലം, ഇങ്ങനെ ഒരുപാട് തൈലങ്ങള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റയിൽ ഏതെങ്കിലും താത്ത ഇത്ര റിവ്യൂസ് ഉണ്ട്, ഇത്ര പേപ്പേഴ്സ് ഉണ്ട്, റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്, ഇതൊന്നല്ല ഫാക്ടേഴ്സ്. എന്നിട്ട് ഇതെടുത്തിട്ട് നമ്മൾ തലയിൽ ഒരുപാട് വലിച്ചു തേക്കും. ഇതിലൊരു പക്ഷെ എന്തുണ്ടാവും, നല്ല ഹെയർ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ആയിരിക്കാം യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മളെ തലക്ക് യൂസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പം അതൊരു ഡയഗ്നോസിസ് ഇല്ലാതെ നമ്മളൊരു ട്രീറ്റ്മെന്റ് മാത്രമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഓയിൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് മാറ്റുക ഇതന്നെ പരിപാടി നടക്കുള്ളൂ. പിന്നെ ഇതേപോലെ വേറെ സാധനമാണ് അലോപേഷ്യ. അലോപേഷ്യ അല്ലെങ്കിൽ ബാൾഡ്നെസ്. അലോപേഷ്യ പൊതുവെ അലോപേഷ്യ കുറെ ടൈപ്പ് ഉണ്ട്. അലോപേഷ്യ ഡോക്ടർ പറഞ്ഞ പോലെ കഷണ്ടി അലോപേഷ്യൻ്റെ അലോപേഷ്യ ഏരിയേറ്റ് ഉണ്ട്, അലോപേഷ്യ ടോട്ടാലിസ് ഉണ്ട്, അലോപേഷ്യ യൂണിവേഴ്സാലിസ്, അലോപേഷ്യ ബാർബേന്ന് ടേം ഉപയോഗിക്കുന്നതാണ്, വെസ്റ്റേൺ ടേം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പൊതുവെ വിചാരിക്കുന്ന അലോപേഷ്യ പറഞ്ഞാൽ അൺഹെൽത്തിയാണ്. അലോപേഷ്യ സംഭവം പറഞ്ഞാൽ പട്ടനിൽ വട്ടെന്ന് ശരി അത് നോട്ടീസ് ചെയ്യില്ല, ചെറുതായിട്ട് ഉണ്ടാവും ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് ചെറിയ മുടി പോവുകയില്ല, ഒന്നായിട്ട് പോകും. അത് നമ്മൾ ഒറ്റയ്ക്ക് ഫീലിംഗ് അറിയാം, ആ ഫീലിംഗ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ തുടക്കം ചെറിയ അറിയാതെ ഉണ്ടാവുള്ളൂ, അത് ശ്രദ്ധിക്കില്ല. അത് നമ്മൾ ഒന്നോളം വിചാരിച്ച് ശ്രദ്ധിക്കാറുണ്ട്. ഗ്രാജുവലി ഉണ്ടാവും ആ സർക്കിളിന്റെ ഡയമീറ്റർ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് പൊതുവെ വിചാരിക്കാം, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും അസുഖം ഉണ്ടോ, അല്ലെങ്കിൽ ദൈവം എനിക്കെന്തെങ്കിലും അസുഖം ഉണ്ടോ, അല്ലെങ്കിൽ ആ കൺസേണിൽ വിചാരിക്കാം. അൺഹെൽത്തി ആയ ആൾക്കാർക്കാണ് ഇത് കാണുക വിചാരിക്കുന്നത്. പക്ഷെ ഹെൽത്തി ആയ ആൾക്കാർക്ക് ഈവൻ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയാൻ അഡൽട്സിന് നമ്മളെ യങ് ജനറേഷനിൽ ആണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇതിന് കാരണമാണ് മെയിൻ കാരണമാണ് ഇത് ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡറാണ്. അപ്പോൾ നമ്മുടെ
രോഗപ്രതിരോധാവസ്ഥ അല്ലേ നമ്മളെ തന്നെ അറ്റാക്ക് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുന്നത്. പല അസുഖങ്ങളുണ്ട്. അത് നമ്മളെ ഹെയർ ഫോളിക്കിൾസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ഫോളിക്കിൾസ് അടക്കം കൊഴിഞ്ഞു പോകും. മുടിന് ഒരു അടയാളം പോലും ഉണ്ടാവില്ല. നമ്മൾ മൊട്ടടിച്ച ഫീലിംഗ് ഉണ്ടാവുക ആ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുക. അലോപേഷ്യ അലോപേഷ്യ ഏരിയയാണ്. അത് ഇതേ സാധനം ആണിലേക്ക് ഉണ്ടാവും. നമ്മൾ ഈ ആണുങ്ങൾക്ക് പൊതുവെ കാണപ്പെടുന്ന ആൾക്കാർ പൊതുവെ താടി വെക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർ പറയുമ്പോൾ താടി വെച്ചാൽ ഇവിടെ പാച്ച് ഉണ്ടാവും, ഇവിടെ പാച്ച് ഉണ്ടാവും, അതുപോലെ താടി മൊത്തം വലിച്ചടക്കുന്നത്. അപ്പൊ അത് ഇതേ സാധനത്തിന്റെ എന്താണ് ഒന്ന് ഓർമ്മ ഇതിലേക്ക് റിലേറ്റഡ് ആണ് സ്ട്രെസ് റിലേറ്റഡ് ആണ്. നല്ല സ്ട്രെസ് ഉണ്ടാക്കുന്ന അതന്നെ. പിന്നെ ഉള്ളതെന്നറിയോ നമ്മള് പോസ്റ്റ് സർജിക്കൽ അതായത് ട്രോമ കഴിഞ്ഞാൽ അതൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവും, പെട്ടെന്നുണ്ടാവും ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഈ എന്താ പറയുക മുടി ഷെയ്ഡ് പെട്ടെന്ന് കൊഴിഞ്ഞു പോവാം. ഗ്രാജുവലി ഇതിപ്പോ ചില കേസിലൊക്കെ ഞാൻ കണ്ടിട്ട് ഒരു 3 to 4 months ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാവും റീഗ്രോത്ത് ഉണ്ടാവും, ഹെയർസിന്റെ റീഗ്രോത്ത് ഉണ്ടാവും. അത് ഡിപ്പെൻസ് ഓൺ പേഷ്യൻ്റാണ്, പേഷ്യൻ്റ് കണ്ടീഷൻ. ചില പേഷ്യൻ്റ് ഉണ്ടാവില്ല, അത് റീഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സപ്പോർട്ടീവായിട്ട് ഉണ്ടാകും. നമ്മളെ എന്താ പറയുക സപ്പോർട്ടീവായി ഔട്ടിൻ്റെ മെഡിസിൻസ് കൊടുക്കും. അതേപോലെ ഇന്റേണലി ഓവറി മെഡിസിൻസ് കൊടുക്കും. നല്ല റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇനിയിപ്പോൾ ഈവൻ നമ്മൾ മോഡേൺ മെഡിസിൻ നോക്കുകയാണെങ്കിൽ അതിൽ ഇഞ്ചക്ഷൻ കൊടുക്കും, കോർട്ടിക്കോസ്റ്റോയിഡിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കും. പിന്നെ PRP പ്രൊസീജിയറുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആയുഷിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്താക്കും, നമ്മൾ ലൗക്കിന് എന്തെങ്കിലും ഇറിറ്റേഷൻ കൊണ്ടിട്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ സർക്കുലേഷൻ കൂട്ടിയിട്ട് ശരീരം ഉണ്ടാക്കാൻ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുപോലെ ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് മെഡിസിൻ കൊടുത്താൽ ഒരു അതും ഡോക്ടർ പറഞ്ഞ പോലെ ഇന്ന് മെഡിസിൻ എടുത്ത് ഒരാഴ്ച റിസൾട്ട് വരാൻ പോസിബിൾ അല്ല, സമയം എടുക്കും. മിനിമം 3 to 4 months ഒരു 6 months to 1 year എടുത്ത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ സമയം എടുക്കുന്നത്. ബാൾനെസ്സിനെ പറ്റി പറയുമ്പോൾ 2 തരം ആണുങ്ങൾ, മെയിൽ പാറ്റേണും ഫീമെയിൽ പാറ്റേണും വരാം. മെയിൽ പാറ്റേണിലേക്ക് ഇപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ച് പോകുന്നൊരു സംഗതി ഉണ്ട്. ഒരു ഹെയർ ലൈൻ മെച്ചുറേഷൻ ലൈൻ എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. 25 എബോവ് എല്ലാവർക്കാർക്ക് ഏകദേശം ഈ ലെവലിലേക്ക് ഒരു M ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ലൈന് വരും. എന്ന് വെച്ചാൽ പ്യൂബർട്ടി ലൈന് സ്ട്രൈറ്റ് ആക്കണം, അത് കഴിഞ്ഞ് മേലേക്കാണ് കയറും. അപ്പൊ അത് തുടങ്ങുമ്പോൾ ആൾക്കാർ വിചാരിക്കും എനിക്ക് കഷണ്ടിയായി തുടങ്ങിയാലോ എന്നൊക്കെ വിചാരിക്കും. അതല്ല, അത് ശരിക്ക് അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ്ങിന്റെ ഒരു സ്റ്റേജിന്റെ ഒരു ചേഞ്ച് ആണ്. അപ്പോൾ ശരിക്കും അലോപേഷ്യയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഫസ്റ്റ് ടു തേർഡ് ഇതിങ്ങനെ കയറി ഏകദേശം ഈ ലെവലിലെത്തി അതിന്റെ ഒരു 4th or 5th ഗ്രേഡിലൊക്കെ ആക്കണം. പിന്നെ ഈ ഭാഗത്ത് താന്നു പോരാ. സെന്ററിനാണ് വരിക. ഓക്കെ. ഫീമെയിൽസിന് ഇതേപോലെ ഇപ്പൊ ഈ അലോപേഷ്യ പറഞ്ഞ പോലെ പോസ്റ്റ് പാർട്ടം അലോപേഷ്യ പറഞ്ഞിട്ട് കാണാണ്. ഡെലിവറിയുടെ സമയത്ത് കുറെ ആൾക്കാർ കോൺഷ്യസ് ആണ്. കാരണം ഈ ഒന്നാമത് ഇവര് ഡെലിവറിന്റെ സമയത്ത് പ്രഗ്നൻസിന്റെ സമയത്ത് ഓൾറെഡി അവർ സ്ട്രെസ്ഡ് ആയിരിക്കും, ആൻഷ്യസ് ആയിരിക്കും കുറെ കാര്യങ്ങൾക്ക്. അപ്പോൾ ഇതും കൂടെ ആയിരിക്കും കാണുമ്പോൾ ഒരുപാട് ഡിസീസുകൾ വരുന്നുണ്ട് അതിന്റെ പുറമെ. ഡിസോർഡറുണ്ടാവുമല്ലോ, അവ പ്രസവം കഴിഞ്ഞ ശേഷം ഉണ്ടാവും ഹോർമോൺസ് ഒന്ന് വീണ്ടും എന്താവും റീ ആയിട്ട് എന്താവും വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് ചില മാറ്റങ്ങളുണ്ടാവും. ചില ആൾക്കാർക്ക് മുടി നല്ല ഉണ്ടാവും. ഒരു വിത്തിൻ 1 month ആ പ്രസവം കഴിഞ്ഞ് 1 monthനുള്ളിൽ നല്ല മുടി വെച്ചിട്ടാണ്. പക്ഷേ ഒരു 3 months 4 months കഴിഞ്ഞാൽ അതായത് ഇത് ചെയ്യാം 1 year ആകുമ്പോഴേക്കും തന്നെ ഒരു സാധനം എന്താ വെച്ചാല് ഇവര് ഇപ്പൊ നമുക്കൊരു സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഉള്ള സമയത്ത് എന്തുണ്ടാവില്ല, നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവില്ല. ഒരു കൊഴിച്ചിലുണ്ടാവില്ല, നമ്മളാകെ സ്ട്രെസ് മേലെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ സ്ട്രെസ് കഴിഞ്ഞ ആ ഒരു സ്ട്രെസ് പീരീഡ് കഴിഞ്ഞ ഒരു 1 month ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പൊ നമ്മൾ ഡോക്ടറെ പോയി കാണിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കും സ്ട്രെസ് ഉണ്ട്, എനിക്ക് സ്ട്രെസ് ഒന്നുമില്ല, കാരണം സ്ട്രെസ് എല്ലാം മാറി. പക്ഷെ ഈ സ്ട്രെസ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് വരിക, അതാണ് നേരത്തെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം അലോപേഷ്യ അങ്ങനെ തന്നെയാണ്. അഥവാ ഇവർക്ക് ഒരുപാട് ആൻഷ്യസും ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി, അത് മാറി കുട്ടി ഉണ്ടായതിന്റെ ശേഷമാണ് കൂടുതൽ ഇവർക്ക് മുടി വെച്ച് ധാരാളമായിട്ട്. ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് സൈഡിലേക്ക് ഇപ്പോൾ ബാൾനെസ്സിലൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഡെർമാ റോളർ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഡെർമാ റോളർ ഇപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിന് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1.5 mm ടൈറ്റാനിയം നീഡിൽസാണ് ഞാൻ അധികം റെഫർ ചെയ്യല്. ഈ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചീപ്പായിട്ടുള്ള 300-400 സാധനങ്ങളുണ്ട്. അത് എത്രത്തോളം റിസൾട്ട് വരാറില്ല. ഇനി ഇവരിത് ഉപയോഗിക്കുമ്പോൾ ഇത് ഹൈജീനായിട്ട് ഇവർ ആരും ഉപയോഗിക്കാറില്ല. വൺസ് ഇതിനൊരു പാറ്റേൺ ഉണ്ട്, ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ട് ഉപയോഗിക്കുക.
അങ്ങനെ ഉപയോഗിച്ചിട്ട് വീക്കിലി വൺസ് അല്ലെങ്കിൽ ഞാൻ 2 വീക്സ് കൂടുമ്പോൾ 3 ടൈംസ് ഒക്കെ ഞാൻ പറയലുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലായിട്ടുള്ള ചെയ്തിട്ട് ഒന്നെങ്കിൽ അലോപ്പതി മെഡിക്കേഷൻസ് പോലെ മെനോക്സിഡിനോ അല്ലെങ്കിൽ ഫെനസ്ട്രൈനോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള ബ്രിങ്കരാജ് പോലത്തെ നല്ല ഓയിൽസ് അപ്ലൈ ചെയ്തിട്ട്. എന്താ വെച്ചാല് ഇപ്പൊ ഈ ഡെർമാറോളർ നല്ല ഫൈൻ നീഡിൽസ് ആയിരിക്കും, ഒരുപാട് 100+ നീഡിൽസ് അതിന് ഇതായിട്ട് അത് റോൾ ചെയ്യാൻ സുഖമായതുകൊണ്ടാണ്. ഇതിന് മുന്നേ കുറെ പ്രൊസീജിയർ ഉണ്ടായിരുന്നു, അഥവാ ടാപ്പിംഗ് ഒക്കെ പോലത്തെ ഹാമറിങ് ടാപ്പിംഗ് പോലത്തെ സ്കിൻ ടാപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ ഹൈജീൻ അല്ലാതെ കൊണ്ട് നമ്മളൊരു ബ്ലഡ് എന്താവും എന്തായാലും സ്കിന്നിൽ ചെറുതായി തട്ടുമ്പോൾ ഒരു ബ്ലഡിന്റെ ഒരു പാർട്ടിക്കിൾ തട്ടിയുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ സെൽസ് ഉണ്ടാവും, ബ്ലഡ് സെൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഹൈജീൻ സാനിറ്റൈസ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്താൽ വീണ്ടും ഇൻഫെക്ഷൻസ് കൂടുകയേ ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ സ്കാൾപ്പിന് മുടി വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യേണ്ട കണ്ടീഷൻ ആയിട്ട് അത് മാറും. അതേപോലെ തന്നെ അതെ, അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ട് എക്സസീവ് യൂസിലേക്ക് പോയിട്ട് മെഡിസിൻ ക്ലീൻ ആക്കൂല പിറ്റേന്ന്, അതല്ലെങ്കിൽ ഓയിൽ വെച്ചാൽ ആ ഓയിൽ ക്ലിയർ ആവാതെ പിന്നെ തേക്കാം. ഇത് എക്സസീവ് ആയിട്ട് യൂസ് ചെയ്തിട്ട് സ്കാറിങ് അലോപേഷ്യ ആയി വന്നൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അത് റിവേഴ്സിബിൾ അല്ല, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സസീവ് ആയിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഹെയർ ഫോളിക്കിൾസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഹെയർ ഫോളിക്കിൾസിനെ നമ്മൾ സ്കിന്നിന് ചെറിയൊരു മൈന്യൂട്ട് പോറുണ്ടാക്കിയിട്ട് പിന്നെ അവിടെ മെഡിസിൻ അപ്ലൈ ചെയ്തിട്ട് ഇനി ഇത് നടന്നില്ല എന്നുണ്ടെങ്കിലുള്ള കുറെ ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, PRP, GFC, അതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പൊ ഇതിപ്പോ നമുക്ക് ഒരുപാട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സാധനം തുടങ്ങി. ഇപ്പൊ നമ്മുടെ നാട്ടുകാരൊക്കെ പറയുന്നത് ചപ്പാത്തി കമ്പനി തുടങ്ങിയ നാട്ടുകാർ മൊത്തം ചപ്പാത്തി കമ്പനി തുടങ്ങുന്ന പറഞ്ഞ പോലെ ഒരു ടെർഫ് തുടങ്ങിയ പോലെ എല്ലാവരും ടെർഫ് തുടങ്ങുന്ന പറഞ്ഞ പോലെ എയറിന്റെ ഒരു എസ്തെറ്റിക് മെഡിസിൻസ് പറഞ്ഞാൽ ഒരുപാട് ഈവൻ അവർ ഡോക്ടേഴ്സ് അല്ല, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ആളുകൾ വരെ നടത്തുന്നുണ്ട്. അത് ഞാനൊരു പേഷ്യന്റിനെ ഒരു ഇതിലേക്ക് വിട്ടുണ്ടായി ട്രാൻസ്പ്ലാന്റേഷന്റെ സ്ഥലത്തേക്ക് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അയാളിങ്ങനെ പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് പോയിട്ടൊന്ന് അവരെന്താ പറയുന്നത് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പോയിരുന്നു, പേഷ്യന്റ് പോയിരുന്നപ്പോൾ അവിടെ ഇരുന്ന ആള് മനസ്സിലായി അവർ ഡോക്ടർ എന്നുള്ള ആൾക്കാർ പറഞ്ഞത്. ഞാൻ അവർ പിന്നെ കൂടുതൽ ഹിസ്റ്ററി ചെയ്തില്ല. അവരെന്താ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് PRP ചെയ്യണോ അല്ലെങ്കിൽ GFC ചെയ്യണോ? അപ്പൊ ഞാൻ പേഷ്യന്റിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് PRP ചെയ്യണോ GFC ചെയ്യണോ? GFC ആണെങ്കിൽ ഇത്ര സെറ്റിംഗ് ഇരിക്കേണ്ടി വരും, PRP ആണെങ്കിൽ ഇത്ര സെറ്റിംഗ്. ഈവൻ നമ്മുടെ ഹെയറിന് എന്താണ് പറ്റിയത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ഒരു മെഡിക്കൽ എത്തിക്സ് ഉള്ള ഒരാൾ ചെയ്യേണ്ടത്. അപ്പൊ അതുപോലും ചെയ്യാതെ വേഗം ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക്, അതൊക്കെ ഒരു മണി ഓറിയന്റഡോ അങ്ങനെ എന്തായിരിക്കും അറിയില്ല. പക്ഷെ ഈ ഡാൻഡ്രഫ് ഉള്ള ഒരാൾക്ക് ഒരു പക്ഷെ PRP ചെയ്താൽ ഒരു പക്ഷെ എന്താവും ഡാൻഡ്രഫിന്റെ അളവ് കൂടും. ഹെയർ ഹൈജീൻ അല്ലാത്ത ഒരാൾക്ക് വീണ്ടും PRP ചെയ്താൽ വീണ്ടും അതെന്താവും ഒരുപാട് കേസുകളില്ലേ ട്രാൻസ്പ്ലാന്റ് ബൾജ് വന്നിട്ട് ബോയിൽസ് വരിക, സ്കിൻ ഇൻഫെക്ഷൻസ് വരിക, അത് ഒരുപാട് കേസുകൾ. ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം നമുക്ക്. എപ്പോഴാണ് ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരാൾ ട്രാൻസ്പ്ലാന്റേഷന് പോകേണ്ടതെന്നുള്ളതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയത്തെ 70 to 100% ഫോളിക്കിൾസ് ഡെഡായി പോവുക അല്ലെങ്കിൽ ഹെയർ ലോസ് ആയി പോവുക. എന്നിട്ട് അവിടെ ജസ്റ്റ് ഫിസിഷ്യനെ കൊണ്ട് എക്സാം ചെയ്തിട്ട് ഏകദേശം അവിടുത്തെ ഹെയർ ഫോളിക്കിൾസ് ഡെഡായി എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം യു ക്യാൻ ഗോ ഫോർ എ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് നമ്മൾ പറയാം. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു PRP അല്ലെങ്കിൽ GFC ഒക്കെ ചെയ്യുന്നുണ്ടാവും ചില ആളുകൾ. ഇപ്പോൾ PRP എന്ന് പറഞ്ഞാൽ പ്ലാസ്മ റിച്ച് പ്രോട്ടീൻ ആണ് ഇത് ചെയ്യുന്നത്. GFC പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ. ഇതാണ് നമ്മൾ സ്വന്തം ബ്ലഡ് എടുത്ത സാധനത്തെ നമ്മൾ എന്ത് ചെയ്യാണ് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിന് സാധനം എടുക്കുക. അത് പറഞ്ഞാൽ ഒരു ടൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു സർക്കുലേഷൻ കിട്ടണം. സർക്കുലേഷൻ കിട്ടാത്ത ഭാഗത്തേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ സ്കാൾപ്പിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള സർക്കുലേഷൻസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരാൾക്കായിരിക്കാം എന്ത് പറഞ്ഞ പോലെ ട്രാൻസ്പ്ലാന്റേഷന്റെ സ്റ്റേജ് വേണ്ടി വരിക എന്നൊക്കെയാണ് ഡോക്ടർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലെ. ഇതില് ചില ആളുകൾ തലയിൽ ഒനിയൻ തേക്കും, ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ. ചില ആളുകൾ ചെറുനാരങ്ങ എടുത്ത് തേക്കും, നീര് പോലെ തലയിൽ വെക്കും. ഇതൊന്നും നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാതെ ഇന്നിപ്പോൾ ഒരു ഉള്ളിയേക്കും, നാളെ വേറെ ഏതെങ്കിലും ഒന്ന് പച്ചക്കറി എടുത്തിട്ട് തലയിലേക്കും. ഈ പച്ചക്കറി 2 ദിവസം നമ്മൾ ഫ്രിഡ്ജിലല്ലാതെ ഒരു സ്ഥലത്ത് വെച്ചാൽ അതിങ്ങോട്ട് കേടുവരും.
അതേ കണ്ടീഷൻ നമ്മൾ കൃത്യമായിട്ട് ഉള്ളിൽ കേൾക്കേണ്ട ഒരാള്, പക്ഷെ അവർക്ക് എന്താകുന്നില്ല, ഹെയർ ഫോൾ മാറുന്നില്ല, ഡാൻഡ്രഫ് കൂടാണ്, ചൊറിച്ചിൽ കൂടാണ്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അത് ഹൈജീൻ അല്ല. ഇങ്ങനത്തെ ഉള്ളി എന്തെങ്കിലും തേച്ചിട്ട് പിന്നെ അവർ ജസ്റ്റ് വെള്ളം കൊണ്ട് കഴുകിയിട്ട് അത് പോകും. അപ്പോൾ വീണ്ടും ഇത് ഇറിറ്റേഷൻസ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന വേണം. ഇതിൽ ഹെയറിന് ഇപ്പോൾ നമ്മൾ കുറച്ച് ബാൾനെസ് പറഞ്ഞു, അതുപോലെ ഹെയർ ഡാൻഡ്രഫ് പറഞ്ഞു, പ്രീമച്വർ ഗ്രേയിങ് പറഞ്ഞു, അതുപോലെ അലോപേഷ്യ ഒക്കെ പറഞ്ഞു. ഈ ഒക്കെ റീസൺസും മെയിൻ അൺഹൈജീനിക് ആണ്. അതുപോലെ സ്ട്രെസ് ആണ്, അതുപോലെ ഹോർമോണൽ ഇംബാലൻസസ് ആണ്, ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് ആണ്, ഗട്ട് ബാക്ടീരിയാസ് ആണ്, ഗട്ട് ഇംപ്രോപ്പറായി കിടക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ബ്ലഡ് കിട്ടാതിരിക്കുക, അനീമിക് ആയിട്ടുള്ള ആളുകളായിരിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ബാത്തിങ് നടക്കാതിരിക്കുക, ഹെയർ ക്ലീനിങ് കിട്ടുക, ആന്റി ഓക്സിഡൻസ്, ന്യൂട്രീഷ്യസ് കുറവായിരിക്കുക. ഇങ്ങനത്തെ കുറെ ഒരു 8-10 കാരണങ്ങളായി. വൈറ്റമിൻ ഡെഫിഷ്യൻസി, നമ്മളിപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് പ്ലേസില്ലേ ഇൻ ഹൗസ് ആണ്, വെയിൽ കൊള്ളുന്നില്ല. അപ്പൊ നാച്ചുറൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാ ആൾക്കാർക്കും കോഴ്സ് ഇപ്പോൾ വൈറ്റമിൻ ഡി അതേപോലെ ബയോട്ടിൻ കണ്ടന്റ് കുറവാണ്, ഒമേഗ 3 കുറയാ, സിങ്ക് കുറയാണെന്നുണ്ടെങ്കിൽ, സെലേനിയം കുറയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ ഏതാണോ നമുക്ക് പറ്റില്ല, മെയിൻലി പറയാൻ പറ്റുന്നത് തൈറോയിഡ്. അപ്പൊ ആരും ശ്രദ്ധിക്കൂല, കാരണം ഓവർ വെയിറ്റ് അങ്ങനത്തെ ഒന്നും ഫീൽ ചെയ്യില്ല. തൈറോയിഡിന്റെ വേറെ സിംറ്റംസ് ഒന്നും ഇല്ല, പക്ഷെ ഹെയർ ഫോൾ ഉണ്ട്, ഇങ്ങനത്തെ കുറേ കാണണം. അപ്പൊ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, തൈറോയിഡ് ആന്റിബോഡി കൂടിയ ആളുകൾക്ക് യെസ്. അപ്പൊ ഇങ്ങനത്തെ കാരണം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, അതിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബയോട്ടിക് കണ്ടന്റ് കൂടിയിട്ടില്ല. അതുപോലെ സാൽമൺ ഫിഷ്, അതുപോലെ ക്യാരറ്റ്, അതുപോലെ നെല്ലിക്ക, അതെ, ക്യാരറ്റ് ഒക്കെ നല്ല അടിപൊളി സാധനങ്ങൾ. അതേപോലെ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട്, മധുരൊക്കെ. അതൊക്കെ എന്താ വെച്ചാൽ ബയോട്ടിൻ കണ്ടന്റ് ഉണ്ട്, കരോട്ടിൻ ഉണ്ട്, അതുപോലെ വിറ്റാമിൻ ഡി ഉണ്ട്, സി ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു വെയിലുള്ളത് വളരെ നല്ലതാണ്. ഇതില് സമയമുണ്ട്, നമ്മള് നട്ടുച്ചെങ്കിൽ അത് ഹാഫ് ഫുൾ ആക്കും, അതിന് സമയമുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ സ്റ്റഡീസ് പറയുന്നത് രാവിലെ 10 to 11, ചില സ്റ്റഡീസ് പറയുന്നത് 9 to 10, 11. പക്ഷെ ഒരുപാട് നേരം കൊള്ളണം. പക്ഷേ എന്നോട് എനിക്ക് പേഷ്യൻ്റ് വന്നിരുന്നു. ആ പേഷ്യൻ്റ് ഫുൾ കവേർഡാണ്, ലേഡീസാണ്, ലേഡിയാണ്. അപ്പോൾ ഫുൾ കവേർഡാണ്. ഞങ്ങൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും, 5 മിനിറ്റ് വേനോട് നന്നാവുമ്പോൾ. അപ്പോൾ ഞാൻ എന്താ പറയുക, ബസ് ആക്കിയിട്ട് വർക്ക് പ്ലേസ് നടന്നു പോകുമ്പോൾ വെയിൽ കൊള്ളേണ്ടതാണ്. അതേ പക്ഷേ നിങ്ങൾ ഈ ഡ്രസ്സിനെല്ലാം നടന്നു പോവാം, വെയിൽ അബ്സോർബ് ചെയ്യുമല്ലോ. അത് കുറെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ ബുർക്ക, നിക്കാബൊക്കെ ഇട്ടിട്ടുള്ള ഉമ്മമാര്, അവർക്കൊന്നും ഇത് പുറത്തിറങ്ങിയിട്ട് കൊള്ളാൻ പറ്റില്ല. അവരെ ഹോം സ്പേസിൽ അവര് പ്രൈവറ്റ് ഏരിയയിൽ ഇരുന്ന് കുറച്ച് വെയിൽ കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതിലിപ്പോ നമുക്ക് എന്താ വെച്ചാൽ സ്കാൾപ്പ് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്കിന്നിന് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ മെഡിസിൻസ് എടുക്കേണ്ട ഒരു ഉള്ളിലേക്ക്, അല്ലാതെ വേഗം തലയ്ക്ക് തേച്ച് ചെയ്തതിന് വൃത്തിയുണ്ടാവില്ല. അതുപോലെ ആ സ്കിന്നിന് എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ നമ്മൾ സ്കാൾപ്പിനെയും കാണാം, അതുപോലെ ട്രീറ്റ്മെന്റ് കൊടുക്കുക. പക്ഷെ അത് നമ്മൾ സെൽഫ് ഡയഗ്നോസിസ് ചെയ്യാൻ പാടില്ല, സെൽഫ് ട്രീറ്റ്മെന്റ് എടുക്കാൻ പാടില്ല. കൃത്യമായിട്ടുള്ള ഒരു ഫിസിഷ്യനെ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് അവരുടെ ഡിസിഷനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതേപോലെ സ്ട്രെസ്, ആൻഷ്യറ്റി, മുടിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന മുടി കൊഴിഞ്ഞിട്ടുള്ള ആളുകളോട് പറയുന്നത് എന്താ വെച്ചാൽ, മുടി കുറഞ്ഞു എന്ന് എഴുതിയാണ് നിങ്ങൾ മുടി ഇതിട്ട് സ്ട്രെസ് അടിച്ചാൽ ഒരിക്കലും മാറില്ല, ഞങ്ങളെ മെഡിസിൻ നിങ്ങൾക്ക് എഫക്ട് ആവില്ല. ആ സ്ട്രെസ് അത് മാറ്റുക എന്നൊക്കെ ഉള്ളതാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രതിഭാസം കാണാൻ ഇപ്പോൾ ഒരാഴ്ച ഒരു ഫിസിഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഗൈഡിന്റെ അണ്ടറിൽ നോക്കും, മാറ്റല്ലാണ്ട് അടുത്ത ആഴ്ച കാണിക്കാറില്ല. ഈ മുടി ഹെയർസ് ഇന്ന് പേഷ്യന്റ് വന്ന് 2 ദിവസം കൊണ്ട് 1 വീക്ക് റിസൾട്ട് കിട്ടാൻ പറഞ്ഞാൽ പോസിബിൾ അല്ല. അല്ല, അത് കുറെ ഒറ്റയടിക്ക് പറയാന്നുണ്ടെങ്കിൽ കുറെ കാലം എടുത്തിട്ടാണ് അവർക്ക് ഇത് വന്നത്. അതേപോലെ അതിന്റെ റീഗ്രേറ്റ്, ആ ന്യൂട്രീഷ്യസ് തലയിലേക്ക് എത്തണം. നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫിസിഷ്യനെ കണ്ട് നല്ലൊരു കറക്റ്റ് ട്രീറ്റ്മെന്റിലേക്ക് പോവുക. സ്വന്തമായിട്ടുള്ള റെമഡീസ്, അതേപോലെ തന്നെ ബാക്കിയുള്ളവർ ആരെയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു തരുന്നേക്കാൾ നല്ലത് നല്ലൊരു ഫിസിഷ്യൻ കൺസൾട്ട് നമ്മളെ കോഴ്സ് എന്താ കണ്ടെത്തുക, അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക.